കാലാകാലങ്ങളായിട്ട് അവഗണന മാത്രമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം PRS ലോണായിട്ട് തരുമ്പോൾ അത് സിബിൽ സ്കോർ വളരെ രീതിയിൽ താഴോട്ട് പോവുകയാണ്. നമുക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടി ലോൺ എടുക്കാനോ ഒന്നും സാധ്യമല്ല. നമ്മളിപ്പോൾ അധികാരികളോട് പറയുമ്പോൾ നിങ്ങളൊരു NOC മേടിച്ചാൽ മതി, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലോൺ ഉള്ളവർക്ക് സിബിൽ സ്കോർ താഴെ പോയാൽ ബാങ്ക് മാനേജറിനോട് പറഞ്ഞ് നമുക്കത് ശരിയാക്കി തരാമെന്ന് ഇവർ പറയുന്നുണ്ട്, ഈ അധികാരികൾ. പക്ഷേ നമ്മൾ ബാങ്ക് മാനേജറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയുന്നത് സിബിൽ എന്ന് പറയുന്ന ഒരു നാഷണൽ ലെവലിലുള്ള ഒരു വേറൊരു ഏജൻസിയാണ്. നമുക്ക് യാതൊരു തരത്തിലും അതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്ത് NOC മേടിച്ചെന്ന് പറഞ്ഞാലും ഇപ്പോൾ എനിക്കൊരു മുദ്ര ലോൺ, എനിക്കൊരു സംരംഭം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കർഷകരുടെ എല്ലാവരുടെയും സിബിൽ സ്കോർ താഴെയാണ്. അവർക്കൊരു വേറൊരു ലോൺ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കഴിയുകയില്ല. ബാങ്ക് മാനേജർ ഇപ്പോൾ SBI ആണെങ്കിലും അവർ പറയുന്നത് അവർ പോലും അല്ല ഈ ലോൺ സാങ്ഷൻ ആക്കുന്നത്. റാസ്മക്ക് പോലത്തെ വേറെ ഡിവിഷനുകളിൽ ചെന്ന് അവിടുത്തെ ആൾക്കാരാണ് ഈ ലോൺ സാങ്ഷൻ ആക്കി വിടുന്നതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ സിബിൽ സ്കോർ ഡൗൺ ആണെങ്കിൽ സ്പോട്ടിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഈ സംരംഭകർക്ക് സംരംഭം തുടങ്ങാൻ വേണ്ടിയുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സിബിൽ സ്കോർ ഡൗൺ ആണെങ്കിൽ അപ്പം തന്നെ അവർ ക്യാൻസൽ ചെയ്യുമല്ലേ. ഈ നാട്ടിലുള്ള എല്ലാ കർഷകർക്കും, ഈ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ കർഷകരുടെയും സിബിൽ സ്കോർ ഡൗൺ ആണ്. കാരണം ലേറ്റ് പേയ്മെൻ്റ് ആണ് വരുന്നത്.